കോട്ടയം ജില്ലയിൽ രാത്രി മുഴുവൻ പെയ്യുന്ന മഴയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞു തുടങ്ങി. ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നിതിൻ തോമസ് ആണ് അവിടെ നിന്ന് നമുക്കായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. കോട്ടയം ജില്ലയിലും രൂക്ഷമായ മഴയുണ്ട് എന്ന്, ശക്തമായ മഴയുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകരും രാവിലെ മുതൽ പറയുന്നുണ്ട്. നിലവിൽ എന്താണ് കോട്ടയത്തിന്റെ അവസ്ഥ? താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണോ? തീർച്ചയായിട്ടും മോത്തി, രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ, ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ കോട്ടയം ജില്ലയുടെ പല ഭാഗത്തും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും. മീനച്ചിലാറിൻ്റെ കരഭാഗമാണ്. മീനച്ചിലാറിൽ നിന്ന് വെള്ളം കരകവിഞ്ഞൊഴുകി ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പല വീടുകളും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നിന്നെല്ലാം ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം സ്വതവേ താന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരാഴ്ചയായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, മൺസൂൺ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയധികം വെള്ളം ഇവിടെ കയറി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്താകും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശമെല്ലാം തന്നെ താഴ്ന്ന ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ ഗതാഗത തടസ്സവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ മൊത്തം 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. 317 പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലവർഷക്കെടുതിയിൽ ഇന്നലെ വരെ എടുത്ത കണക്ക് പ്രകാരം കാലവർഷക്കെടുതിയിൽ 4 കോടി രൂപയുടെ കൃഷിയിൽ 4 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 126 ഹെക്ടറിലെ കൃഷിയാണ് ജില്ലയിലുടനീളം ഒരാഴ്ച കൊണ്ട് നശിച്ചത്. ഈ കാലവർഷം ആരംഭിച്ച മെയ് 23 മുതൽ 29 വരെയുള്ള കണക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതൽ നാശം സംഭവിച്ചിരിക്കുന്നത് ജില്ലയിലെ വാഴകൃഷിക്കാണ്. അതുപോലെ തന്നെ ഈ കാലവർഷക്കെടുതി 300ഓളം ഏക്കർ ഈ മഴക്കെടുതിയുടെ ഭാഗമായി കൃഷിനാശം സംഭവിച്ചു. പല സ്ഥലങ്ങളിലും വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് എത്രത്തോളമാണ്? അവിടെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായ മുന്നൊരുക്കങ്ങൾ കോട്ടയം ജില്ലാ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിലവിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിലുടനീളം പ്രവർത്തിക്കുന്നത്. ഇതിലേക്ക് 300ഓളം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ഇതുവരെ ആർക്കും ജീവഹാനിയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ വരെയുള്ള കണക്കുകൾ എടുത്തപ്പോൾ ഏകദേശം 400-നടുത്ത് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 35 സ്ഥലത്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 35 കോളുകളാണ് ഫയർഫോഴ്സിന് വന്നത്. 35 എടുത്ത് മരം വീണ്. അതും ഈ ഒരു മരമോ 2 മരമോ അല്ല, കൂട്ടത്തോടെ പല സ്ഥലത്തും കൂട്ടത്തോടെ മരങ്ങളൊക്കെ വീണ് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിയിരുന്നു. കോട്ടയം ജില്ലയിൽ രൂക്ഷമായ മഴക്കെടുതിയാണ് പറയുന്നത്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.